വളരെ കംഫർട്ടും വളരെ സൗകര്യവും വളരെ ലക്ഷറീസ് ആയിട്ടുള്ള ജോലിയാണ് മലയാള സിനിമയിലെ അല്ലെങ്കിൽ സിനിമയിലെ ആക്ടിംഗ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച്. കാരണം നമ്മൾ എത്ര നാൾ സിനിമയിൽ ഉണ്ടാവും അറിയില്ല. നമ്മൾ പറയുന്ന വിഷയങ്ങൾ ആൾക്കാർക്ക് മടുക്കാൻ തുടങ്ങുന്നതോടുകൂടി പെട്ടെന്ന് തന്നെ നമ്മുടെ കട്ടയങ്ങളോട് മടങ്ങും. ഒരുപാട് സിനിമകളൊന്നും എൻ്റെ അടുത്തേക്ക് വരാറില്ല. എൻ്റെ അടുത്തേക്ക് വരുന്ന സിനിമകളൊക്കെ എൻ്റെ സൗകര്യം സമയം നോക്കി ഞാൻ ചെയ്യാറുണ്ട്, അല്ലാതെ വിടാറില്ല. അപ്പൊ ഇത് വന്നപ്പോൾ ആണ് ഞാൻ സാധാരണ അങ്ങനെ വരുമ്പോൾ സിനിമയുടെ സ്ക്രിപ്റ്റ് ഒന്നും പൂർണ്ണമായി വായിച്ച് നോക്കാറില്ല. എൻ്റെ സീൻസ് എന്താണ്, ടോട്ടാലിറ്റി സിനിമ എന്താണെന്ന് കേൾക്കത്തേ ഉള്ളൂ. അതെന്ന് പറയുന്ന വിഷയം അല്ലെങ്കിൽ അത്തരം കമ്മ്യൂണിറ്റിയിലുള്ള മനുഷ്യരെ കുറിച്ച് എനിക്ക് കുറെ നല്ല ധാരണയുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആണ് ഞാൻ. അതിനൊക്കെ ഓരോ കാരണങ്ങൾ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്തുകൊണ്ട് എനിക്ക് അവരെ കുറിച്ച് അറിയേണ്ടി വന്നത്. അപ്പോൾ ആ സമയത്ത് ആദർശം ബോസിനും ഈ ഒരു സ്ക്രീൻ പ്ലേ എൻ്റെ അടുത്ത് വരുമ്പോൾ ഈ സിനിമ കുട്ടികളെന്ന് തോന്നുന്നില്ല. അല്ലാതെ ഞാൻ അടുത്തൊരു പൊളിറ്റിക്കൽ വിഷയങ്ങളൊന്നും അല്ലാത്തൊരു സിനിമ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് ഈ കാതലിന്റെ സ്ക്രീൻ പ്ലേ. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് വിട്ടുപോകാൻ തോന്നില്ല. ഒരാൾ വന്ന് കാതൽ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് വളരെ മോശമായിട്ട് ഒരു പോസ്റ്റ് ഇടുക, ഒരു കമന്റ് ഇടുകയോ ചെയ്താൽ അതിനെ പ്രതിരോധിക്കാൻ വലിയൊരു സംഘം തന്നെ നമുക്കിപ്പോൾ ഉണ്ടെന്നുള്ള വലിയ വലിയ കാര്യമാണത്. ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ജിയോ ബേബി. വെൽക്കം ടു വിശ്വാസം. താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട് കാണാൻ പറ്റിയതിൽ. നമ്മൾ വന്നിരിക്കുന്ന സിനിമ സ്വകാര്യം സംഭവം എന്നാണ്. സ്വകാര്യ അല്ലെങ്കിൽ ആളുകൾ പറയാൻ പഠിക്കുന്ന പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന സംവിധായകനാണ്. അങ്ങനെ തന്നെ അപ്രിഷിയേറ്റ് ചെയ്ത ആളുകൾ ഏറ്റെടുത്ത സംവിധായകൻ. എന്താണ് ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത്? സ്വകാര്യത സ്വകാര്യം സംഭവബഹുലമായ ഒരു സിനിമയാണ്. അതിന്റെ പ്രധാന സംഭവ ബഹുലം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ കാണണം. നമ്മൾ പറയാൻ പരിമിതികളുണ്ടോ സിനിമ വരാത്തതുകൊണ്ട്. എന്നാലും ഇതൊരു ഒരേ സമയം ഫാമിലി ഡ്രാമ നമുക്ക് ഇതിനെ വിളിക്കാം. ഒരു വീട്ടിലെ മനുഷ്യരുടെ കഥയാണിത്. അതേ സമയത്ത് ഇതിനകത്തൊരു റൊമാൻറ്റിക് ട്രാക്കുണ്ട്. അച്ഛനും മകളും തമ്മിലുള്ള സ്നേഹമാണ് ഈ സിനിമയുടെ അടിസ്ഥാനം. സ്നേഹിക്കുന്ന മനുഷ്യർ എന്തൊക്കെ ചെയ്യും, സ്നേഹിക്കുന്ന മനുഷ്യർ തമ്മിലുള്ള ഇഷ്യൂസും അതാണ് ഇതിനെ സംഭവബഹുലമാക്കുന്നത്. അത്രയാണ് എനിക്കിപ്പോ പറയാൻ പറ്റുന്നത്. ഡയറക്ടറിന്റെ അടുത്തേക്ക് ഇങ്ങനെ സബ്ജക്ട് എനിക്കൊന്നും രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. മൂന്ന് കാര്യങ്ങളാണ്. ഒന്നാമത്തത് ഡയറക്ഷൻ, രണ്ടാമത്തത് അഭിനയം, മൂന്നാമത്തെ പാട്ടാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യം തോന്നുന്നു. അഭിനയം അതിൽ എത്രാമത് വരുന്നതാണ്? അഭിനയം നമുക്ക് നാടകത്തിലൊക്കെ അഭിനയിക്കായിരുന്നു ചെറുപ്പത്തില്. സ്കൂളൊക്കെ കഴിഞ്ഞു, 10ാം ക്ലാസ് കഴിഞ്ഞു മുതൽ നാട്ടിലെ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്, പിന്നീട് കോളേജിൽ അഭിനയിക്കുന്നുണ്ട്. അഭിനയം എന്ന് പറയുന്ന ഒരു കാര്യത്തോട് ഇഷ്ടമുണ്ട്, പക്ഷെ അഭിനയിക്കാൻ വേണ്ടി നമുക്ക് ഇതൊന്നും ശ്രമിച്ചിട്ടില്ല. ഇത് സിനിമയിലേക്ക് വരുമ്പോൾ സിനിമ സംവിധാനം ചെയ്യണം, സിനിമ എഴുതണം, അത് തന്നെയായിരുന്നു നമ്മുടെ മനസ്സിൽ. അങ്ങനെ സിനിമയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു. അപ്പോൾ എന്നാൽ അഭിനയിച്ചാലോ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എൻ്റെ സിനിമകളാണ് ആദ്യം അഭിനയിച്ചത്. അപ്പൊ അത് തീരെ മോശമല്ല എന്ന് കാണുന്നവർ പറയുന്ന ഞാൻ അതിനെ വാല്യൂ ചെയ്യുന്നുണ്ട്. ആസ് ആൻ ആക്ടർ ഞാൻ എങ്ങനെയാണ് എന്ന്. അങ്ങനെ എന്റെ മിക്കവാറും സിനിമകളൊക്കെ തന്നെ ഞാനുണ്ട്, ചെറുതാണെങ്കിലും ചെറിയ. ഓക്കെ, അങ്ങനെയാണ്. പിന്നെ എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ സംവിധായകരായിട്ടുള്ള പ്രത്യേകിച്ച് സിദ്ധാർത്ഥ ശിവ, അവരുടെ സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെ അത്തരം അഭിനയങ്ങളിൽ നിന്ന് എന്റെ അഭിനയം കണ്ടിട്ടാണ് പിന്നെ പുറത്തുള്ള ആൾക്കാർ അഭിനയിക്കാൻ മതിച്ചിട്ടുള്ളത്. അതാണ് ഇപ്പൊ ഇവിടം വരെ എത്തി നിൽക്കുന്നത്. അത് ഞാൻ ആസ്വദിക്കുന്നുണ്ട്. ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ച് ഭയങ്കര ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജോലിയാണ് സിനിമ സംവിധാനം ചെയ്യുക എന്നുള്ളത്. അപ്പം ആക്ടറെ സംബന്ധിച്ച് ഞാനെന്ന ആക്ടറെ സംബന്ധിച്ച് എന്നെ വിളിച്ച് സംവിധായകനെ സമാധാനമാവുക, ഹാപ്പി ആവുക, അയാളൊക്കെ ആണെങ്കിൽ പിന്നെ വളരെ വളരെ കംഫർട്ടും വളരെ സൗകര്യവും വളരെ ലക്ഷറീസ് ആയിട്ടുള്ള ജോലിയാണ് മലയാള സിനിമയിലെ അല്ലെങ്കിൽ സിനിമയിലെ ആക്ടിംഗ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച്. ഇപ്പൊ ഈ സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു ഉത്തരവാദിത്വം ഉണ്ട്. കാരണം ഇതൊരു ഞാനാണ് പ്രധാനമായിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അപ്പോൾ എന്തുകൊണ്ട് നമ്മളെ ചൂസ് ചെയ്തു? അപ്പോൾ ഞാൻ ഇതിന്റെ സ്ക്രീൻ പ്ലേ മുഴുവൻ വായിച്ചു. കുഴപ്പമില്ല, ചെയ്യാം, അങ്ങനെയൊക്കെയാണ് ഇതിനകത്തോട്ട് വരുന്നത്. എനിക്ക് തോന്നുന്ന ഒരു സീരിയസ് സബ്ജക്റ്റ് സംസാരിക്കുന്ന ഡയറക്ടർ എന്ന നിലയിലും അദ്ദേഹത്തിന് ഇങ്ങനെ കഥ പിച്ച് ചെയ്ത് ചിലപ്പോൾ വർക്കാകുമെന്നുള്ള വിശ്വാസത്തിന്റെ പുറത്ത് പല സിനിമകളും പല കഥകളും തേടിയെത്തിയിട്ടുണ്ടാവും. അപ്പം അതിൽ നിന്നൊക്കെ ഈ സിനിമയെ വ്യത്യസ്തമാക്കാം, അല്ലെങ്കിൽ പിടിക്കാമെന്ന് അല്ലെങ്കിൽ ഇത് എടുക്കാമെന്നുള്ള ഒരു സാധനം ഉണ്ട്. ഒരുപാട് സിനിമകളൊന്നും എൻ്റെ അടുത്തേക്ക് വരാറില്ല. എൻ്റെ അടുത്തേക്ക് വരുന്ന സിനിമകളൊക്കെ എൻ്റെ സൗകര്യം സമയം നോക്കി ഞാൻ ചെയ്യാറുണ്ട്, അല്ലാതെ വിടാറില്ല. അപ്പൊ ഇത് വന്നപ്പോൾ ആണ് ഞാൻ സാധാരണ അങ്ങനെ വരുമ്പോൾ സിനിമയുടെ സ്ക്രിപ്റ്റ് ഒന്നും പൂർണ്ണമായി വായിച്ച് നോക്കാറില്ല. എൻ്റെ സീൻസ് എന്താണ്, ടോട്ടാലിറ്റി സിനിമ എന്താണെന്ന് കേൾക്കത്തേ ഉള്ളൂ. പക്ഷെ ഇത് ഞാനിങ്ങനെ മുഴുവൻ ഞാൻ ഏതാണ്ട് ഒരു മുഴുനീള കഥാപാത്രമായതുകൊണ്ട് ഞാനിത് വായിച്ചു നോക്കി. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു
ഇതിന്റെ ജോണർ ചോദിച്ചാൽ ഭയങ്കര മിക്സഡ് ജോണറാണ് ഇതിനുള്ളത്. ഇതൊരു റൊമാൻറ്റിക് സിനിമ എന്ന് പറയാൻ പെട്ടെന്ന് അത് ഒരു ഷിഫ്റ്റ് ചെയ്തിട്ട് അതൊരു ഫാമിലി ഡ്രാമയാവും, പിന്നെ അത് ഷിഫ്റ്റ് ചെയ്ത് ത്രില്ലറാവും. അപ്പൊ ഞാനും ഷെല്ലിയും കൂടെ ചെയ്യുന്ന ഒരു സൗഹൃദത്തിന്റെ പ്രണയത്തിന്റെ ഇടക്കൂടെ ഒക്കെ പോകുന്ന ഒരു തരം ട്രാക്കുണ്ട്. അതിന്റെയൊക്കെ ക്ലൈമാക്സ് എന്താണ് ഈ സംഭവങ്ങൾ എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ സിനിമ പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നതാണ് ചെയ്തത്. ചോദിക്കാനുള്ള എന്നും കവല വഴി പോകുമ്പോൾ ഒരാൾ ചോദിക്കാറുണ്ട് രക്ഷപ്പെട്ടോ അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് ജീവിതം രക്ഷപ്പെട്ടിട്ടുണ്ടോ? രക്ഷപ്പെടൽ എന്ന് പറയുന്നത് കരിയർ വൈസ് ആണെങ്കിൽ നമ്മുടെ താൽക്കാലികമായിട്ടുള്ള രക്ഷപ്പെടലാണ് ആണല്ലോ. കാരണം നമ്മൾ എത്ര നാൾ സിനിമയിലുണ്ടാവും അറിയില്ല. നമ്മൾ പറയുന്ന വിഷയങ്ങൾ ആൾക്കാർക്ക് മടുക്കാൻ തുടങ്ങുന്നതോടുകൂടി പെട്ടെന്ന് തന്നെ നമ്മുടെ കട്ടയും പടവും മടങ്ങും. അങ്ങനെയാണ് സിനിമയിൽ എത്ര ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താണ് രക്ഷപ്പെടൽ എന്നൊക്കെ ഉള്ളതിനെ നമുക്ക് ബുദ്ധിപരമായിട്ടൊക്കെ ആലോചിച്ചാൽ, വാസ്തവികമായിട്ടൊക്കെ ചിന്തിച്ചാൽ എന്താണ് രക്ഷ എന്നൊക്കെ ആലോചിച്ച് പോവാം. പക്ഷെ വളരെ ഹാപ്പിയാണ്. നമ്മൾ ആഗ്രഹിച്ച ഒരു ജോലിയാണ് സിനിമ ചെയ്യണം. ഒരുപാട് ആഗ്രഹിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ വരെ എത്തി നമുക്ക് നല്ല സിനിമകളൊക്കെ ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചില സിനിമകളൊക്കെ പല രീതിയിൽ പ്രേക്ഷകരായാലും അല്ലാതെ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പൊ ഇതിന്റെ ഒരു എത്ര നാൾ എന്നുള്ളതാണല്ലോ. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പം ഇതുപോലെ അഭിനയിക്കാനായാലും ഒക്കെ വിളിക്കാൻ നല്ലതാണ്. സിനിമയുടെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കാം. ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞ കാര്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് സ്മാർട്ട് വർക്ക് ആൻഡ് ഹാർഡ് വർക്ക്. എന്താണ് സിനിമയിലെ സ്മാർട്ട് വർക്ക്? സ്മാർട്ട് വർക്ക് എന്നുള്ളതൊന്നുമല്ല, നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് സിനിമയിലേക്ക് എത്തിയെന്ന് എനിക്കങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയും. പക്ഷെ എനിക്കങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല സത്യസന്ധമായിട്ട്. കാരണം നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് ഇടയിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ വരും. അതിനൊക്കെ അങ്ങ് ഫേസ് ചെയ്തു. പിന്നെ ഭയങ്കര ഒരു സൗഹൃദ സംഘം ഉണ്ടായിരുന്നു. നമ്മള് എന്ത് സങ്കടം ഉണ്ടായാലും പറയാം. വീടൊക്കെ അങ്ങനത്തെ ആയിരുന്നു. നമ്മളെ വീട്ടിൽ നിന്ന് സിനിമയിലേക്കൊന്നും പോകരുതെന്നൊക്കെ എന്താ പറയാ ഒരു തവണ വല്ല ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നമ്മളിങ്ങനെ സക്സസ് ആകാതെ ഇങ്ങനെ നമുക്ക് പ്രായം കൂടുന്നു, കൂടെ പഠിച്ചവരൊക്കെ വേറെ തരത്തിൽ സക്സസ് ആവും. അപ്പൊ അതിന്റെയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് എപ്പോഴും സപ്പോർട്ട് മാത്രം ഉണ്ടായിരുന്നു. അതൊക്കെ കൂടിയായിരിക്കും അതൊരു കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് എനിക്ക് തോന്നുന്നത്. എന്നാലും ഒട്ടും ഈസി അല്ല കേട്ടോ, ഒട്ടും ഈസി ആയിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചേസിങ് അല്ലേ. അപ്പൊ ഏതാണ്ട് ഒരു ഏരിയ എത്തുമ്പോൾ നമുക്കറിയാം ഇത് കിട്ടും, എന്തോ ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇതിനെ പിടിക്കാൻ പറ്റുന്നില്ല. സ്റ്റിൽ ചേസിങ്. അപ്പൊ അതിലൊരു സുഖം ഉള്ളതായിട്ട് തോന്നുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ്. നമ്മൾ ഇവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മാത്രമാണ് സുഖം. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ജിയോ ചേട്ടന്റെ സിനിമയാണ് ആദ്യം പാൻ ഇന്ത്യൻ സിനിമ എന്ന രീതിയിൽ വൈറലായ സിനിമ. അതിനുശേഷമാണ് കണ്ടന്റ് ഓറിയന്റഡ് സിനിമ എന്ന രീതിയിൽ, മീൻസ് ഈ ഒരു പുതിയ ഏറയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആളുകൾ തിരിച്ചു വരികയും ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലുള്ള സിനിമകൾ തപ്പിപ്പിടിക്കുകയും ചെയ്തത്. അപ്പം അത് എത്രമാത്രം ഇത് ഒരു കരിയറിന് അത് സിനിമ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ വളരെ ഇമ്പോർട്ടൻറ്റ് സിനിമയാണ് എൻ്റെ കരിയറിൽ. അതിങ്ങനെ പാൻ ഇന്ത്യൻ ആവാനെന്ന് പറഞ്ഞാല് നമ്മളത് റിലീസ് ചെയ്തത് OTT പ്ലാറ്റ്ഫോമിലാണ്. അതൊക്കെ ഭയങ്കര സ്ട്രഗിളാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നമുക്ക് ഈ സിനിമയിലെ ഞാൻ അപ്പോഴും ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമയെ കുറിച്ച് വിശ്വസിച്ചിട്ടുള്ളത് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമയാണ്. എല്ലാവർക്കും ഒന്നും മനസ്സിലാവില്ല. വളരെ സിനിമയോട് ഭയങ്കര മൂവി മാത്രമൊക്കെ ആണെങ്കിൽ അഭിപ്രായം പറയുകയും ചെയ്യും, വിട്ടുകളയും ചെയ്യുന്ന സിനിമയാണ്. പക്ഷെ എന്നാലും അതൊരു നന്നായിട്ട് ലോഞ്ച് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ താരതമ്യം പുതിയ പ്ലാറ്റ്ഫോം ഈ സ്ട്രീമിൽ വരുന്നു. അവിടുന്ന് അത് പിന്നെ അതൊന്ന് സ്പ്രെഡ് ആവാൻ തുടങ്ങി. നമ്മൾ വിചാരിക്കാത്തതിന്റെ അപ്പുറത്തോട്ട് പോകുന്നു. വീണ്ടും പിന്നീട് ആമസോണിൽ വരുന്നു, ഏഷ്യനെറ്റിൽ വരുന്നു. അപ്പോ അത് വന്നത് അതങ്ങനെയുള്ളത് പാൻ ഇന്ത്യൻ ആവുന്നത്. അത് അതിന്റെ വിഷയം കൊണ്ടല്ല ഞാൻ പറയുന്നില്ല. അത് വന്നത് OTT പ്ലാറ്റ്ഫോമിലാണ്. സോ ലോകത്ത് എവിടെ നിന്ന് മാത്രം കാണാവുന്ന ഒരു രീതിയിൽ അത് റിലീസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അത് പാൻഡമിക്കിന്റെ സമയമായിരുന്നു. എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. എല്ലാവരും കണ്ടു, എല്ലാവരും സംസാരിച്ചു. അങ്ങനെ അത് പാൻ ഇന്ത്യൻ ആയിപ്പോയി. നമ്മളത് പാൻ ഇന്ത്യൻ ആക്കാൻ ചെയ്തതല്ല, അത് സാഹചര്യം കൊണ്ട് പാൻ ഇന്ത്യൻ ആയി. OTT എന്ന് പറഞ്ഞാൽ അത്തരം വലിയൊരു സാധ്യതയാണ്. നമ്മുടെ മലയാള സിനിമകൾ അത് മാത്രമൊന്നുമല്ല. അപ്പൊ അതിനു മുന്നേ തന്നെ നമ്മുടെ ദിലീഷ് ശ്രീപോത്തന്റെ സിനിമകള് ഇപ്പോ തൊണ്ടി മുതലാണെങ്കിലും മഹേഷൊക്കെ നന്നായിട്ട് കേരളത്തിന് പുറത്ത് ചെയ്തിട്ടുള്ള പടം കുമ്പളങ്ങി. അപ്പൊ അതിന്റെ ഒരു തുടർച്ചയാണ്. ഇതെല്ലാം OTTയുടെ അവൈലബിലിറ്റിയാണ് ലോകത്തുള്ള എല്ലാവർക്കും, മലയാളികൾ എല്ലാവർക്കും നമ്മുടെ സിനിമ. ഇപ്പൊ നമ്മളിവിടെ സിനിമ ചെയ്ത് ഭയങ്കര നമ്മളെ ഭയങ്കര ടസൂവിയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റു ഫിലിം ഇൻഡസ്ട്രിയിൽ. അപ്പൊ അതിന്റെ ഭാഗങ്ങളുണ്ട്. ഇപ്പൊ മലയാള സിനിമ പറഞ്ഞു ഇറങ്ങിയാൽ അത് പുറത്തുള്ള ആൾക്കാരെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്.
ജീവചേട്ടൻ മുന്നോട്ട് വെക്കുന്ന കുറച്ച് ആശയങ്ങളുണ്ട്, വളരെ ശരിക്കും പ്രാവർത്തികമാക്കേണ്ട ആശയങ്ങളെന്ന് തോന്നിക്കുന്ന വളരെ നല്ല ആശയങ്ങൾ. അത്തരം സിനിമകൾ ആളുകൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്നതിന് ഇപ്പോഴും ചെറിയ ബുദ്ധിമുട്ടുകൾ, എല്ലാവരും ഒരേപോലെ എന്താ പറയാ ആ ഒരു വളർച്ചയിൽ എത്തിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മുടെ കണ്ടന്റ് ഓറിയന്റഡ്, അപ്പോൾ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമ ആദ്യമേ ജീവിതം പറഞ്ഞു കുറച്ച് ആളുകളിലേക്ക് എത്തുക മാത്രമായിരിക്കും ഉള്ളൂ എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത്ര ഒരു സിനിമ ഇറക്കി വിടുമ്പോൾ അത് എത്രമാത്രം നമുക്ക് എത്രമാത്രം ചാലഞ്ചിങ് ആണ്, ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാവും. കാതലിനെ കുറിച്ചാണോ? കാതലാണ്. കാതലിന് സത്യം പറഞ്ഞാൽ പേടിയില്ലായിരുന്നു എന്നുള്ളതാണ്. ഒന്ന് ഗ്രേറ്റ് നല്ല രീതിയിൽ പോയല്ലോ. നമ്മൾ തിയേറ്റർ റിലീസ് അല്ലായിരുന്നു എങ്കിലും അത് നല്ല റീച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഒരു കോൺഫിഡൻസ് നമുക്ക് വരും. ഇത്തരം സിനിമകൾ ഇതിലും ആൾക്കാരൊക്കെ ഉണ്ട് അതിനെ കുറിച്ച് സംസാരിക്കാനൊക്കെ. പിന്നെ നമ്മൾ അങ്ങനെ മനഃപൂർവ്വം പോയി അങ്ങനെ ഒരു സിനിമ ചെയ്യലല്ല. കുറച്ച് പൊളിറ്റിക്സ് ഉള്ള സിനിമ പറഞ്ഞേക്കാന്ന് വിചാരിച്ച ഒരു ദിവസം ചെയ്തതല്ല. നമ്മൾ അത്തരം അനുഭവങ്ങളിലൂടെ കടന്നുപോയി അത് സിനിമയാക്കാൻ ഞാനൊരു ഫിലിം മേക്കർ ആയതുകൊണ്ട് ഞാൻ ഇതിന്റെ സിനിമ സാധ്യതകൾ ആലോചിക്കുകയും സംഭവിക്കുകയും ചെയ്തു. കാതലായത് അതുപോലെ തന്നെ. കാതൽ എന്ന് പറയുന്ന വിഷയം അല്ലെങ്കിൽ അത്തരം കമ്മ്യൂണിറ്റിയിലുള്ള മനുഷ്യരെ കുറിച്ച് എനിക്ക് കുറെ നല്ല ധാരണയുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആണ് ഞാൻ. അതിനൊക്കെ ഓരോ കാരണങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്തുകൊണ്ട് എനിക്ക് അവരെ കുറിച്ച് അറിയേണ്ട വന്നത്. അപ്പൊ ആ സമയത്ത് ആദർശം ബോൾസിനും ഈ ഒരു സ്ക്രീൻ പ്ലേ എന്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് സ്ക്രീൻ പ്ലേ വിട്ടുകളെന്ന് തോന്നുന്നില്ല. അല്ലാതെ ഞാൻ അടുത്തൊരു പൊളിറ്റിക്കൽ വിഷയങ്ങളൊന്നും അല്ലാത്തൊരു സിനിമ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് ഈ കാതലിന്റെ സ്ക്രീൻ പ്ലേ. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് വിടാൻ തോന്നിയില്ല. അങ്ങനെ അത് ചെയ്തത്. അത് ചെയ്യാൻ പോകുമ്പോൾ നമ്മള് മമ്മൂക്കയുടെ മനസ്സിൽ കാണും, മമ്മൂക്കയുടെ തന്നെ കഥ പറയാൻ പറ്റി, അദ്ദേഹം തന്നെ ചെയ്യുന്നു. പിന്നെ എനിക്ക് ഒരു ടെൻഷനും ഉണ്ടായിട്ടില്ല. ഞാൻ വിചാരിച്ചൊക്കെ നന്നായിട്ട് ഞാൻ ഒരിക്കലും ടെൻഷൻ അടിച്ചിട്ടില്ല സിനിമയുടെ തിയേറ്റർ ബിസിനസിനെ കുറിച്ച് ഓർത്തിട്ട് ഭയങ്കരമായിട്ട്. ചില സമയത്ത് ചില ആശങ്കകളൊന്നുമല്ല, ഞാൻ എല്ലാവരോടും കോൺഫിഡൻസ് ആയിട്ട് പറയുമായിരുന്നു ഈ സിനിമ വർക്കാവും, തിയേറ്ററിൽ എല്ലാവരും കാണും, അല്ലെങ്കിൽ കുറെ പേരെങ്കിലും നല്ലതായിട്ട് പോകും ഈ സിനിമ എന്ന് എനിക്കൊരു ബോധ്യമുണ്ട്. അത് നമ്മുടെ സിനിമയെ കുറിച്ചുള്ള ബോധ്യവും ഉണ്ട്, അതുപോലെ തന്നെ മമ്മൂക്ക കൂടെ ഉള്ളതിൽ ജ്യോതിക കൂടെ ഉള്ളതുകൊണ്ട് ഒക്കെ ഉണ്ടായി വരുന്ന ഒരു ബോധ്യം കൂടാണത്. കൃത്യമായൊരു സമയത്ത് അത് ലോഞ്ച് ചെയ്യാൻ പറ്റി, വർക്കായി. ഈ പറഞ്ഞ തിരിച്ചറിവുകളാണ് എന്നെ അത്തരം സിനിമകൾ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. 2017 അടുക്കള ഇത്ര വലിയൊരു സംഭവമാണെന്ന് തിരിച്ചറിയുന്നെന്ന് പറഞ്ഞു. അപ്പോ ഈ തിരിച്ചറിവുകള് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ശരിക്കും സോക്കോളൊരു പണ്ടൊക്കെ പറയുന്ന അവാർഡ് പടത്തിൽ ഒതുങ്ങി പോകേണ്ട സിനിമകൾ ആളുകൾക്ക് വേറെ രീതിയിൽ അത് രസകരമായി എത്തിക്കുന്നത് കൊണ്ട് കൂടിയാണെന്ന് എനിക്ക് പലപ്പോഴും ഞാനും ആ സിനിമകൾ ആസ്വദിച്ചിരുന്ന് കാണാനൊരു കാരണം അത് തന്നെയാണ്. അപ്പം അത്തരത്തിലൊരു മേക്കിംഗ് സ്റ്റൈല് അല്ലെങ്കിൽ സാധാരണക്കാരന് മനസ്സിലാകണമെന്ന രീതിയിലുള്ള ഒരു സ്റ്റൈൽ ഓഫ് അപ്രോച്ച് കൊണ്ടുവന്നത് എങ്ങനെയാണ് ശരിക്കും? അല്ല, ഇത് നമ്മൾ സിനിമ എടുക്കുന്നത് നമുക്ക് കാണാനല്ലോ. ഇപ്പൊ ഗ്രേറ്റ് തിങ്സ് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെയായിരുന്നു അതിനെ അപ്രോച്ച് ചെയ്ത് തന്നെ. കുറച്ച് ലൗഡാണ്, അത് കുറച്ച് എന്താ പറയാ ഭയങ്കര ലാഗാണ് ആ പടം. അങ്ങനെയൊക്കെ തന്നെ ഞാൻ ചെയ്തു. ഇത് കുറച്ചുകൂടെ ലാഗാകട്ടെ, മനുഷ്യർ ബോറടിക്കട്ടെ, ഇതൊക്കെ തന്നെയായിരുന്നു അത് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞോണ്ടിരുന്നേ. ഇപ്പൊ കട്ട് ചെയ്യണ്ടേ, ചില മനുഷ്യർ ബോറടിക്കട്ടെ എന്നിട്ട് കട്ട് ചെയ്യാം, അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ആ സിനിമ ഞാൻ കൂടുതൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടട്ടെ ആസ് എ ഫിലിം മേക്കർ അങ്ങനെ ചെയ്തത്. പക്ഷെ അത് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ പോകും. അതിലോട്ടൊരു കൃത്യമായിട്ട് ധാരണ ഉണ്ടായിരുന്നു. അതായത് ഒന്നാമത് സ്ക്രീൻ പ്ലേ അങ്ങനെ തന്നെയാണ്. അത് എത്രത്തോളം മനുഷ്യരിലേക്ക് അത് എത്തിക്കാൻ പറ്റുമോ എത്തിക്കണം. ഈ സിനിമ എല്ലാവരും കാണണം, പ്രത്യേകിച്ച് ഫാമിലീസ് ഈ സിനിമ കാണണം ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു. അതാണ് ഇപ്പൊ മമ്മൂക്ക വരുമ്പോൾ അതൊക്കെ നമുക്ക് വളരെ ഈസി ആവുക. മമ്മൂക്കനെ എന്താ പറയാ മനുഷ്യർക്ക് ഇഷ്ടമുള്ളൊരു ഹ്യൂമൻ ബീയിങ് ആക്ടറാണ്. സോ അയാളെ വെച്ചൊരു സിനിമയിൽ ഒരു ജനക്കൂട്ടം സ്വാഭാവികമായി കാണാൻ വരുന്നുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ സിനിമയാണെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് ഒരു പ്രേക്ഷകരുണ്ട്. അതിലേക്ക് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ആണ് നമ്മൾ ഈ തരത്തിലുള്ള ഒരു കണ്ടന്റ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. എനിക്ക് പലപ്പോഴും അതൊരു തെറ്റിദ്ധാരണ ഒരു ആളുകളുടെ ഉള്ളിലൊരു ധാരണയായിട്ട് കിടക്കുന്നതാണ്. നമ്മളത് ഇത്തരം ചിന്തകളും പരിപാടികളും ഇത് ഓരോ മനുഷ്യന്റെ ലെവൽ ഓഫ് നോളേജിനനുസരിച്ചാണ് ഉണ്ടാകുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. അറിഞ്ഞാലേ അതിനെപ്പറ്റി അറിവുള്ളാവുള്ളൂ എന്നുള്ളത്. അപ്പം ഇതിനെപ്പറ്റി സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, അതിനെ ഡയറക്ടർ എന്ന നിലയിൽ എങ്ങനെ ശരിക്കും ഹാൻഡിൽ ചെയ്യുന്നത് കാണുന്നത്? അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനെ നമ്മൾ വിമർശനങ്ങൾ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണല്ലോ. ഒന്ന് നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള വിമർശനങ്ങളുണ്ട്. നിങ്ങളുടെ സിനിമയ്ക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, എൻ്റെ സിനിമയുടെ ആ ഏരിയ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ സിനിമയുടെ ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ നമ്മൾ ശ്രദ്ധിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ പറഞ്ഞ രീതി നിങ്ങൾ മറ്റേതാണ് മറിച്ചാണ് അല്ലെങ്കിൽ വളരെ ഒരു കാര്യമില്ലാത്ത വിമർശനങ്ങളെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവരോടൊക്കെ മറുപടി പറയാൻ കുറെ മനുഷ്യരല്ലാതെ തന്നെ ഉണ്ട്. അവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ സിനിമകളെ ഇഷ്ടപ്പെടുകയും സിനിമ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നവർ.
ഇപ്പോൾ ഒരാൾ വന്ന് കാതൽ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് വളരെ മോശമായിട്ട് ഒരു പോസ്റ്റ് ഇടുക, ഒരു കമന്റ് ഇടുക ചെയ്താൽ അതിനെ പ്രതിരോധിക്കാൻ വലിയൊരു സംഘം തന്നെ നമുക്കിപ്പോൾ ഉണ്ടെന്നുള്ളത് വലിയ വലിയ കാര്യമാണത്. അപ്പൊ അതുള്ളത് കൊണ്ടൊന്നുമല്ല, അതിനെയൊന്നും ഞാൻ അല്ലെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല. അതിനെ മൈൻഡ് ചെയ്ത് നമുക്ക് സിനിമ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ ഏത് തരം സിനിമ ചെയ്താലും അത്തരം കമന്റുകളും അത്തരം പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഇവിടെ ഉണ്ടാവും. ഇതിപ്പോ ഒരു നോർമലി ഒരു സിനിമ ഇറങ്ങിയാൽ പോലും ആൾക്കാർക്ക് പൊതുവെ സിനിമ സംവിധാനം ചെയ്തു എൻ്റെ അച്ഛനും അമ്മയ്ക്കും പറയാം, മക്കളെ പറയാം, ഭാര്യയെ പറയാം, ഇതൊക്കെ ചെയ്തു പോരുന്ന ഒരു തരം മനുഷ്യരിവിടെ ഉണ്ട്. അവരത് ചെയ്യട്ടെ, അവർക്ക് എന്തെങ്കിലും അതിനകത്ത് സുഖം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ.